2012 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 12 സിംഗിൾ ഓണാണ്. AC ഉള്ള ടൈപ്പാണ്. വാഗണർ VXI ആണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. ZXI ആണ് വണ്ടി. ZXI ആണ്. ഏറ്റവും ടോപ്പ് അലോയി, എയർ ബാഗ്, ABS എല്ലാം വില നമ്മൾ കേൾക്കുന്നുള്ളൂ. 25,000 രൂപ. അടുത്ത വണ്ടി ഓൾട്ടോ കാറ്റനാണ്. വണ്ടി 2010 ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞു. 5 വർഷത്തേക്ക് പേപ്പറെല്ലാം LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 3,50,000 രൂപ വരും. 3.5 വരും. കേരള വണ്ടിയാണോ? വളരെ ക്വാളിറ്റിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ JD കാർസ് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് വീഡിയോയിൽ കമൻറ്റ് വഴി ചോദിച്ചിരുന്നു ജയദാസിൻ്റെ വീഡിയോ. അപ്പം പുള്ളിക്ക് ചെറിയൊരു ആരോഗ്യ പ്രശ്നം കാര്യങ്ങളായിട്ടും പിന്നെ തിരക്ക് കാരണം ചെയ്യാൻ പറ്റാത്ത വീഡിയോ പ്രശ്നവും വസ്തുവിൻ്റെ വിഷയങ്ങളും കൂടെ ആയതുകൊണ്ട് അല്പം ലേറ്റായി പോയി. ഒരുപാട് നമസ്കാരം. ഒരാളോട് നോക്കിയെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം പെരിങ്ങമല. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് പെരിങ്ങമല പള്ളിച്ചൽ വിഴിഞ്ഞം റോഡാണ്. പെരിങ്ങമല പള്ളിച്ചൽ വിഴിഞ്ഞം റോഡിൽ നിന്ന് JD കാർ പാർക്ക് എന്ന് പറയും. ഓക്കെ. അപ്പം ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ വർഷമല്ല. ലോൺ 2012 മുതലുള്ള വണ്ടികൾക്കാണ് ലോൺ കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കുക, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. അത്യാവശ്യം നല്ല ബഡ്ജറ്റുകാരുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നേരെ വരിക. എന്ന് പറയുമ്പം 2001 വണ്ടിയാണ്. ഇനി 6 മാസത്തോളം പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. എടുത്ത് പഠിക്കാൻ കണക്കിനുള്ള വണ്ടിയാണ്. എടുത്ത് പഠിക്കാൻ കണക്കിനുള്ള വണ്ടിയാണ്. അതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 20,000. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷനൊക്കെ ഓക്കെയാണ്. വണ്ടി വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ടയറെല്ലാം എടുത്ത് പഠിക്കുക. ചെറിയ അതിൻ്റെതായ വില നമ്മൾ കേൾക്കുന്നുള്ളൂ. 25,000 രൂപ. വാഗണറാണ്. 2004 2029 ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 29 ലാസ്റ്റ് വരെ ഉണ്ടല്ലേ? സ്ഥലപരമായി അഡ്ജസ്റ്റ് ചെയ്യാൻ കാണിക്കുന്നത്. ടയർ കണ്ടീഷനൊക്കെ ടയറൊക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അവിടെ കണ്ടീഷൻ ടയറാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷനൊക്കെ പക്കയാണ്. കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, മറ്റു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. വർക്കിംഗ് ആണല്ലോ. എല്ലാ വണ്ടി നമ്മൾ കംപ്ലൈന്റ് ഇല്ല എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്നാണ് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉള്ളത് നമ്മൾ അതിനെ ക്ലിയർ ചെയ്താണ് ഇടുന്നത്. AC വർക്കിന് AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 29 ലാസ്റ്റ് വരെ പേപ്പർ വരുന്നുണ്ട്. ഇല്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 78,000 രൂപയ്ക്ക് കൊടുത്തിരിക്കും. അതെ. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ മാരുതി 800 2006 വണ്ടിയാണ്. MBFI വണ്ടിയാണ്. ഓക്കെ. 26 ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങൾ ഓക്കെയാണ്. പക്ഷേ ടാക്സ് തീർന്നിട്ടുണ്ട്. ടാക്സ് ഞാൻ എടുത്തു കൊടുക്കും. ടാക്സ് ആണ് പൈസ. ടാക്സ് ആണ് പൈസ. 5 വർഷത്തേക്കുള്ള ടാക്സ് എടുത്തു കൊടുക്കും. അത് തന്നെ പറയുന്നത് അതിന്റെ എന്താവും തോന്നുന്നു. MBFI AC ആണോ? MBFI AC ആണ്. AC ആണല്ലേ? അതെ. 80,000 കിലോമീറ്റർ കാണിക്കണേ. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. 2006 വണ്ടി. ടയർ കണ്ടീഷൻ ആവറേജ്. ബോഡിയൊന്നും കുഴപ്പമില്ല. വണ്ടി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. എഞ്ചിനൊക്കെ കൊള്ളാം. എഞ്ചിനൊക്കെ വളരെ സ്മൂത്ത് ആണ്. MBFI ആണ്. AC വർക്കിംഗ് ആണ്. ടാക്സ് എടുത്ത് ലാസ്റ്റ് 48,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 48,000 രൂപയ്ക്ക് ടാക്സ് എടുത്ത് കൊടുക്കാം. 11,000 രൂപയോളം ടാക്സ് ആവും. ടാക്സ് എടുത്ത് കൊടുക്കാം. ടാറ്റ ഇൻഡിഗോ ECS ആണ്. 2011 വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, അലോയി എല്ലാം വരുന്ന ടൈപ്പാണ്. ഡീസൽ വണ്ടിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. ECS ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ കണ്ടീഷനാണ്. വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. AC എല്ലാം വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോയും ഉണ്ട്, അലോയും ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എന്തോ ടയർ കണ്ടീഷൻ ആവറേജ്. ടയർ കണ്ടീഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അലോയി വരെ വരുന്നതാണ്. എൻ്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 70,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. 70,000 രൂപ. അതെ. അടുത്ത വണ്ടി ഓൾട്ടോ കാറ്റനാണ്. വണ്ടി 2010 ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞു. 5 വർഷത്തേക്ക് പേപ്പറെല്ലാം ഓക്കെയാണ്. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. കിലോമീറ്റർ 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. റീടെസ്റ്റ് കഴിഞ്ഞല്ലോ. ടയർ ധാരാളം ഓടാൻ വേണ്ടിയുള്ളതുണ്ട്. ഇന്ത്യൻ കണ്ടീഷൻ സീറ്റ് ഉണ്ട്. പക്ഷേ ചെറിയ പുതിയ ടയറൊക്കെ കിടക്കുന്നത്. AC പവർ സ്റ്റിയറിംഗും അതെ. LXI കേട്ടനാണ്. ഉണ്ടല്ലേ? അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ പക്ക കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഒരു കംപ്ലൈന്റും ഇല്ല. കണ്ടീഷൻ വണ്ടി. അതെ, കണ്ടീഷനാണ്. അപ്പോൾ എങ്ങനെ കേട്ടൻ്റെ വില വരുന്നത്? എൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രൈസ് 1,38,000 രൂപയ്ക്ക് കൊടുത്തേക്ക്. 5 വർഷത്തേക്ക് പേപ്പർ ഓക്കെയാണ്. അടുത്ത വണ്ടി സ്വിഫ്റ്റ് ആണ്. 2014 വണ്ടിയാണ്.
സെക്കൻഡ് ഓണറാണ്. ZXi ആണ് വണ്ടി. ZXi ആണ്. ZXi ആണ്. ഏറ്റവും ടോപ്പ് അലോയി, എയർ ബാഗ്, ABS എല്ലാം വരുന്നതാണ്. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറാണ്. ഓക്കെ. ടയർ അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ വണ്ടി നീറ്റ് ആണല്ലേ? വണ്ടി ക്വാളിറ്റി നീറ്റ് വണ്ടി. അപ്പോൾസറി എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. പുതിയതാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റായിട്ടുണ്ട് കേട്ടോ. റെഡ് കളർ സീറ്റ് വർക്ക്, ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട്, സ്റ്റീരിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, 4x4 പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അന്നത്തെ ZXi ടോപ്പ് എൻഡ് വണ്ടി എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ വില എങ്ങനെ വരും? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 3,15,000 രൂപ കൊടുത്തേക്കാം. 3,15 ലാസ്റ്റ് പ്രൈസ്. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് ഏതാണ്ട് ഒരു 3 അടുപ്പിച്ചുള്ള എമൗണ്ട് ഫിനാൻസ് കയറും. വാഗണർ VXi ആണ്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏതാ മോഡൽ? മോഡൽ 2007 ആണ്. 27 പേപ്പർ ഉണ്ടല്ലേ? അതെ. VXi ആണ് വരുന്നില്ലേ? 20 പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിറക്കാൻ തോന്നുന്നു. 27 ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോയും വരും. വണ്ടി കണ്ടീഷൻ എങ്ങനെയുണ്ട്? കണ്ടീഷൻ പക്കയാണ്. മറ്റേ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, ഫോണിന്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. കിലോമീറ്റർ എത്ര കഴിഞ്ഞാൽ? 80 റേഞ്ചാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ പ്രശ്നം. എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പം ലാസ്റ്റ് 1,05,000 രൂപ കൊടുത്തേക്കാം. 1,500 കൊടുത്തേക്കാം. അടുത്ത വണ്ടി ഈക്കോയാണ്. ഈക്കോ 2012 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 12 സിംഗിൾ ഓണാണ്. AC ഉള്ള ടൈപ്പാണ്. 5 സീറ്റ് AC അല്ലേ? 5 സീറ്റ് AC ആണ്. ടയറുകളെല്ലാം ഓക്കെ ആണ്. എല്ലാം പുതിയതാണ്. വേറെ റീപ്ലേസ്മെന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി ഓക്കെ ആണ്. ഓക്കെ. ഈക്കോ കിലോമീറ്റർ എത്രയാണെന്ന് പറഞ്ഞാൽ? കിലോമീറ്റർ 80 കിലോമീറ്റർ. ഇന്ത്യയുടെ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് AC വരുന്നുണ്ട്. AC 5 സീറ്റ് AC. 5 സീറ്റർ AC. ഓക്കെ. അപ്പോൾ എങ്ങനെ ഈക്കോയുടെ പ്രൈസ്? ഈക്കോയുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 1,60,000 രൂപ കൊടുത്തേക്കും. 1,60,000. അതെ. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. 1,60,000 കൊടുക്കാം. അപ്പം ലോൺ കയറുമല്ലോ? ലോൺ ഈക്കോയ്ക്കൊക്കെ കിട്ടാൻ പാടാണ്. 2012 കിട്ടിയാലും ഒരു 6-7 അല്ലെങ്കിൽ 10 മാസത്തിനകത്തുള്ളത് കിട്ടും. നല്ല അടവും വരും. ഓൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. 2000 മോഡലാണ് വരുന്നത്. ടെസ്റ്റ് സമയമായ? ടെസ്റ്റ് സമയമായി. ഇപ്പോൾ ടാക്സ് തീർന്നിട്ടുണ്ട്. പുതിയ ടാക്സ് എടുത്ത് കൊടുക്കും. 5 വർഷത്തേക്കുള്ള ടാക്സ് എടുത്ത് കൊടുക്കും. ടെസ്റ്റ് എപ്പോഴും വരണം? അപ്പോൾ ടെസ്റ്റിന് 4 മാസം ഉണ്ട്. 4 മാസം ഉണ്ട്. AC-യും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. AC ഒക്കെ വളരെ കൂളിംഗ് ഉണ്ട്. LXi ആണല്ലേ? LXi ആണ്. ഓക്കെ. വണ്ടി അത്യാവശ്യം ക്വാളിറ്റി എല്ലാം ഉണ്ട്. മറ്റേ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. 2000 മോഡല്. ഇനിയിപ്പോൾ 5 വർഷം ടെസ്റ്റ് എടുത്ത് ടാക്സ് എടുത്ത് കൊടുക്കും. ടാക്സ് 5 വർഷത്തേക്ക് എടുത്ത് കൊടുക്കും. അതാണ് മെയിൻ ആയിട്ടുള്ള. അതാണല്ലോ ഇപ്പൊ ടെസ്റ്റിന് മെയിൻ ആയിട്ടുള്ള ടാക്സ് ആണല്ലോ. ടാക്സ് നമ്മൾ ഓൾറെഡി എടുത്ത് കൊടുക്കും. ടെസ്റ്റിംഗ് ഫീസും ഇതേ ഉള്ളൂ. മറ്റേ അതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 58,000 രൂപ കൊടുത്തേക്കും. 58 രൂപ. അതെ. 1800 പൈസയല്ലേ ഉള്ളൂ. ടാക്സ് എടുത്ത് 58,000 രൂപ കൊടുക്കും. ടയർ കണ്ടീഷൻ കണ്ടീഷൻ എല്ലാം ഉണ്ട്. ഓക്കെ. ഒരു ചെറിയ ഫാമിലിക്ക് ഒരു പാവപ്പെട്ട ഒരു കുഴപ്പമില്ല. നല്ല വണ്ടിയല്ലേ. AC ഒക്കെ വളരെ കൂളിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ് ഓക്കെ. അപ്പോൾ അടുത്ത ബീറ്റ് 2013 ലാസ്റ്റ് വണ്ടിയാണ്. വണ്ടി പക്ക കണ്ടീഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന ടൈപ്പാണ്. ഡീസൽ അല്ലേ? ഡീസലാണ്. നല്ല മൈലേജ് ആണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ കിലോമീറ്റർ 110 റേഞ്ച് ഓടിയിട്ടുണ്ട്. 110. എഞ്ചിൻ എല്ലാം പക്ക കണ്ടീഷൻ ആണ്. AC എല്ലാം നല്ല കൂളിംഗ് ഉണ്ട്. വണ്ടി ഓക്കെ ആണ്. പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയാണോ? അതെ, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ അതിൽ തന്നെ പോകണം. കിട്ടില്ല മൈലേജ് അല്ലേ? ഇത് ഡീസൽ വണ്ടിയല്ലേ? ഭയങ്കര മൈലേജ് ആണ്. ഓക്കെ. എനിക്കൊന്ന് ഒരു 23 മൈലേജ് കിട്ടുമെന്ന് തോന്നുന്നു. അത്ര നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് വില? അതിന്റെ വില ലാസ്റ്റ് 110 ആണെങ്കിൽ കൊടുത്തേക്കാം. 110. അതെ. അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോയാണ്. LXi ആണ്. 2009 വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വാഹനമാണ്. കിലോമീറ്റർ എത്രയായി കാണും? കിലോമീറ്റർ ഒന്നിനകത്തുള്ള കിലോമീറ്റർ ആണ്. 80 റേഞ്ച് എന്താണെന്ന് തോന്നുന്നു. ഒന്നിനകത്തുള്ള കിലോമീറ്റർ ആണ്. ഫുള്ള് പൊടി അടിച്ചിടക്കാൻ വണ്ടി. വണ്ടി റോഡ് സൈഡ് ആയതുകൊണ്ടാണ്. രാവിലെ എല്ലാം തുടച്ചിരുന്ന വണ്ടികളാണ്. റോഡ് സൈഡ് ആയതുകൊണ്ടാണ് പൊടി അടിച്ച് കിടക്കുന്നത്. വണ്ടി കൊടുക്കുമ്പോൾ വാശി ക്ലിയറാക്കി നമ്മൾ സർവീസ് ചെയ്തേ കൊടുക്കത്തുള്ളൂ. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. ടയർ ആവറേജ് കണ്ടീഷൻ ഉണ്ട്. 29 പേപ്പർ ഉണ്ട്. 29 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. AC വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. വില എങ്ങനെ വരുന്നത്? അപ്പോൾ വില 99,000 രൂപ കൊടുത്തേക്കും. 99 രൂപ. 2009 വണ്ടി അല്ലേ? അപ്പോൾ ജയസേട്ടാ അടുത്ത വണ്ടി സ്വിഫ്റ്റ് 2006 ആണ്. 2027 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. ഒരു വർഷം കഴിഞ്ഞ ടെസ്റ്റ് ചെയ്തല്ലേ? പെൻഡിങ് ആണ്. അതെ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. VXi ആണ്. കിലോമീറ്റർ ഒന്നിനകത്തുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. VXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ ഒക്കെ വരെയാണ്. സ്റ്റീരിയോ ഇല്ല.
ഫോർഡുണ്ട്, എ സിയും ഫോർഡർ പവറിന്റെ പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ടയർ കണ്ടീഷൻ വന്നിട്ട് ടയറെല്ലാം കണ്ടീഷൻ ഉണ്ട്, വേറെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. വേറെ മെയിൻ ആയിട്ട് സ്ക്രാച്ചസ് ഇല്ല ഇല്ല, സ്ക്രാച്ചസ് ഒന്നുമില്ല. വേറെ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള എഞ്ചിൻ പക്കയാണല്ലോ? എഞ്ചിൻ പക്കയാണ്. എ സി എല്ലാം വർക്കിംഗ്? എ സി എല്ലാം വർക്കിംഗ് ആണ്. ഗ്യാരണ്ടി? ഗ്യാരണ്ടി. ഇവിടെ നിന്ന് നിർത്തുണ്ടോ? ഓക്കെ. അപ്പോൾ എങ്ങനെ അതിന്റെ വില എന്ന് പറയുമ്പോൾ 1,30,000 വില വരും. 1,30,000. അത് പാർക്ക് ആൻഡ് സെയിലിൽ വന്ന വണ്ടിയാണ്. 1,30,000 അവർ പറയുന്ന വിലയാണ്. 1,30,000 ലാസ്റ്റ് വില. നെഗോഷ്യബിൾ മാക്സിമം എന്നാൽ കഴിയുന്നത് കുറച്ച് മേടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത ഇന്നോവ 2007 ആണ്. 2027 വരെ പേപ്പറുണ്ട്. G4 ആണ്. തേർഡ് ഓണർ ആയിട്ടുണ്ട്. വണ്ടി അപ്പോൾസറി എല്ലാം പുതിയതാണ്, മറ്റു കംപ്ലൈന്റ് ഒന്നുമില്ല. ടയർ ഭാഗങ്ങളെല്ലാം പക്കയാണ്, പുതിയ ടയറാണ്. കിലോമീറ്റർ 1,55 ഓടിയിട്ടുണ്ട്. 1,55 ആണ് അല്ലേ ഉള്ളത്. മൂന്നാമത്തെ ഓണറാണ്. അതിൽ കാണിക്കുന്ന കിലോമീറ്ററാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ഓണറാണ്. വണ്ടി ക്വാളിറ്റി എല്ലാം ഉണ്ട്, പക്കാ ക്വാളിറ്റിയാണ്. എഞ്ചിനൊക്കെ വളരെ സ്മൂത്ത് ആണ്. ഇന്നോവയെ സംബന്ധിച്ച് പക്ഷേ ഓട്ടോ അല്ല, വണ്ടിയൊക്കെ അത്രയും ക്വാളിറ്റി ഉണ്ട്. സീറ്റൊക്കെ പുതിയ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ. AC പോസ്റ്റിന് ഫോർഡർ പവറിന്റെ G4 അല്ലേ? G4 സെൻട്രൽ AC എല്ലാം ഉള്ളതാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു കംപ്ലൈന്റും ഇല്ല. വണ്ടി നല്ല എഞ്ചിനൊക്കെ വളരെ സ്മൂത്ത് ആണ്. അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ലാസ്റ്റിൽ 3,75,000 വരും. 375. അതെ. അടുത്ത വണ്ടി ഇന്നോവയാണ്. 2012 ആണ്. 27 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. G4 ആണ്. അതും അപ്പോൾസറി ഭാഗങ്ങളെല്ലാം ചിലത് കേരള വണ്ടി തന്നെയാണോ? വളരെ ക്വാളിറ്റിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് G4 ആണല്ലേ? G4 ആണ്. അതെ. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ. ബോഡിയെല്ലാം നീറ്റ് വണ്ടിയാണ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. വണ്ടി എഞ്ചിനൊക്കെ വളരെ സ്മൂത്ത് ആണ്. കിലോമീറ്റർ എത്രയായി? ഇതിന്റെ കിലോമീറ്റർ 260 ഓടിയിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ്? തേർഡ് ഓണർ. സീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇന്റീരിയർ ഇരിക്കുന്നുണ്ട്. അതിനോട് സീറ്റ് വെച്ചിട്ടുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. ഫോർഡർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇന്നോവ G4 എങ്ങനെ ഇതിന്റെ പ്രൈസ്? G4 ഇതിന്റെ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 6,25,000 വരും. 6,25 ലാസ്റ്റ് ആണ്. അതെ, ലാസ്റ്റ് ആണ്. നമ്മളെ ഷോപ്പിൽ മാറ്റിയാ ചോദിക്കുന്നത്. അടുത്ത വണ്ടി ഇന്നോവയാണ്. 2007 വണ്ടിയാണ്. 2029 വരെ പേപ്പർ ഭാഗങ്ങളൊക്കെയാണ്. 2007 G4 വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 160 ഓടിയിട്ടുണ്ട്. 160? 160 കിലോമീറ്റർ ആണോ? എന്തോ കിലോമീറ്റർ ആണോ? അത് ഓണർഷിപ്പ് തേർഡ് ഓണറായി. നമുക്കിപ്പോൾ വന്നതാണ് വണ്ടി. ഡീറ്റെയിൽ അതിനോട് ചെയ്തിട്ടുണ്ട്, നമ്മൾ എടുത്തിട്ടില്ല. കേരള വണ്ടിയാണോ പുറത്താണോ? ഇത് റീ വണ്ടിയാണ്. കിലോമീറ്റർ അത്ര വിശ്വസനീയമല്ല. അതാ, അതുകൊണ്ട് നമുക്ക് അത്ര ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എന്തോ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. മറ്റു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി പെർഫെക്റ്റ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വില എങ്ങനെയാ? ബാറ്ററി പുതിയ ബാറ്ററിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 3,50,000 വരും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാണിച്ചിട്ടുണ്ട്. പിന്നെയെങ്കിലും കറക്റ്റ് മുടങ്ങാതെ വീഡിയോ. നമ്മുടെ വീഡിയോ താമസിച്ചതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി അടുത്ത വീഡിയോ തീരെ താമസിക്കാണ്ട് എത്രയും പെട്ടെന്ന് എടുക്കാം. 6 മാസം കഴിയുമ്പോൾ ഇല്ല, അത്രയൊന്നും പോകത്തില്ല. എത്രയും പെട്ടെന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.